അസ്സലാമു അലൈക്കും. റഹ്മത്തിൻ്റെ 10 വിട പറഞ്ഞ് മഗ്ഫിറത്തിൻ്റെ 10 നമ്മളിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തമായി പറയുന്നതും സ്വഹാബാക്കളോട് പറയാൻ കൽപ്പിച്ചതും ഭാര്യമാരോട് പറയാൻ കൽപ്പിച്ചതുമായ 4 കലിമത്തുകൾ. 2 കലിമത്തുകൾ പറഞ്ഞാൽ അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമാണ്. രണ്ടാമത്തെ 2 വാക്കുകൾ പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് വളരെയധികം നേട്ടമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ ഈ ദുആ നിങ്ങൾ പതിവാക്കുക. നമുക്ക് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് മഗ്ഫിറത്തിൻ്റെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമളാനിലെ 2ാമത്തെ 10 അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന പാപമോചനത്തിൻ്റെ 10കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നൽകിയ ദിക്റാണ് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഇതിൻ്റെ അർത്ഥം, ലോകങ്ങളുടെ നേതാവായ അള്ളാഹുവേ, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തൗബ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന മാസമാണ് റമളാൻ. പ്രത്യേകിച്ച് റമളാനിലെ 2ാമത്തെ 10 തൗബ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നു. ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും ഏറ്റവും കൂടുതൽ ദുആ ചെയ്ത ദുആയാണിത്. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഹാസിരീൻ. തൗബയുടെ പാപമോചനത്തിൻ്റെ ഒരു ദുആയാണ് ഇത്. മഗ്ഫിറത്തിൻ്റെ 10 ഈ ദുആകൾ പറയുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, പ്രയാസപ്പെടുന്നവർ റമളാൻ മാസത്തിൽ എപ്പോഴും ദുആ ചെയ്യുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് കടങ്ങൾ മാറാനും കടം കൊടുത്ത പൈസ തിരികെ കിട്ടാനും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളെല്ലാം മാറാനും ഇൻഷാ അല്ലാഹ് ഇതേപോലെ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.